ഇന്നിപ്പോ നല്ല അടിപൊളി സ്കൂളാണ്. അന്ന് വെറുതെ ഓടിട്ട ചെറിയ ഗേറ്റൊക്കെ വെച്ച് അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് 7 വരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അതിനുശേഷമാണ് 10 10 ക്ലാസ്സിലേക്കൊക്കെ ചേർന്നത്. പിന്നെ വന്നതാണ്, മാറ്റം വന്നതാണ്. അപ്പോൾ അന്ന് അവിടെ ഒരു വലിയൊരു പാലമരമൊക്കെ നിൽക്കണ്ടായിരുന്നു, ഞാവള് ഇതൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. വലിയൊരു പാലയായിരുന്നു. അപ്പൊ അവിടെ തന്നെ നമ്മൾ പിന്നെ ഒരു പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്, ആദ്യ കാലത്ത്. അപ്പോൾ എന്തായിരുന്നു ഒരാളായിരുന്നു ബാലേട്ടൻ്റെ അച്ഛനൊക്കെ ആയിരുന്നു അവിടെ ഇത് ചെയ്തിരുന്നത്. പിന്നെ അതാണ് ആദ്യത്തെ പോസ്റ്റ് ഓഫീസ്. പിന്നീടാണ് നമുക്ക് താഴേക്ക് പോസ്റ്റ് ഓഫീസ് വന്നു. അന്ന് അത്രയും പൊക്കത്ത് കൂടെ ആയിരുന്നു നമ്മുടെ റോഡ് തന്നെ പോയിരുന്നത്. റോഡ് പിന്നീട് താത്തല്ലായിരുന്നു, പല പ്രാവശ്യം താഴ്ത്തിയിട്ടാണ് ഇന്ന് കാണുന്ന വീട് ഇത്രയും താണ് കിട്ടിയത്. അതുപോലെ തന്നെ മുതൂർശി റോഡ് ഭയങ്കര കയറ്റായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഗേറ്റാണെന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് ആ ലോറി വന്നിട്ട് റിവേഴ്സ് വന്നിട്ട് മത്തക്കുഞ്ഞേട്ടൻ്റെ കടറ ഉള്ളിലേക്ക് കയറിയ ഒരു ബാലേട്ടനൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയാം. നമുക്ക് സാധനം എടുത്ത് കൊടുക്കായിരുന്നല്ലോ. അപ്പോഴാണ് ലോറി റിവേഴ്സ് വരുന്നത്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറിയത്. ആർക്കും ഒന്നും പറ്റിയില്ല അന്ന് ബൈക്കിന് പറ്റിയില്ല. അതൊക്കെ ഒരു ചരിത്രമാണ് നമ്മുടെ അച്ചമ്പാറയുടെ ചരിത്രം പറയുമ്പോൾ. അത്രയും വലിയ മേടായിരുന്നു അച്ചമ്പാറയുടെ റോഡുകളൊക്കെ. അതും അന്ന് ടാറിങ്ങൊന്നും ചെയ്യാത്ത മെറ്റൽ റോഡല്ലേ. അതുപോലെ ബൈക്കും അതുപോലെ പിന്നെ ബുള്ളറ്റൊക്കെ അതുപോലെ പോന്നിട്ടുണ്ട്. അവിടെ കയറി പോകാൻ പറ്റാതെ തിരിച്ച് റിവേഴ്സ് പോന്നിട്ടുണ്ട്, താഴെ വന്ന് വീണിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചരിത്രമൊക്കെ അന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ പറ്റും. വീടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പട്ടപ്പെരകളും അതുപോലെ വൈക്കോൽ പെരകളും ഇതൊക്കെ കൊണ്ട് നീങ്ങുന്നുണ്ട്. പിന്നീടാണ് നമുക്ക് ഓടിടലും അത് കഴിഞ്ഞ് ഇവിടെ ഈ പാടത്തിന്റെ അപ്പുറത്തെ ഒരു കുറെ ചെറുപ്പക്ക കോളനി ഉണ്ട്. അവരുടെ വീടുകളൊക്കെ ഈ വൈക്കോലായിരുന്നത്. നമ്മുടെ കരിമ്പനപ്പട്ടയും കൊണ്ട് കെട്ടിയിട്ടുള്ള അധികം ഉയരൊന്നും ഇല്ലാണ്ട് ചെറിയ കുടിലുകൾ പോലെ വീടുകളായിരുന്നു. ഇപ്പൊ എല്ലാ വീടുകളും ടെറസായി, എല്ലാവരും ഡെവലപ്പായി, എല്ലാവർക്കും വിദ്യാഭ്യാസമായി, എല്ലാവർക്കും ജോലികളായി. പഴയ ആൾക്കാരൊക്കെ പോയി 5-10 പേര് മരിച്ചു പോയി. പഴയ ആളുകളൊന്നും ഇപ്പോൾ വളരെ കുറവാണ് ആൾക്കാർ. ഞങ്ങൾ ഈ തച്ചമ്പാറയുടെ ചരിത്രം അന്വേഷിച്ച് പോകുമ്പോൾ തന്നെ യുവചേട്ടനെ പോലെയൊക്കെയുള്ള പ്രായമായ ആൾക്കാർ കിട്ടാനില്ല. ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ പറ്റിയിട്ടുള്ള ഒന്ന് ഷെയർ ചെയ്യാനോ പറ്റിയ ആൾക്കാരില്ല. അന്ന് ഇവിടുന്ന് ഞങ്ങളുടെ ഈ തറവാടുണ്ടായിരുന്നു പറഞ്ഞില്ല, ഇവിടെ കേജപ്പിക്കാൻ കൂട്ട്, അതിന്റെ പിന്നിലേക്ക് മുഴുവൻ പാടമാണ്. അതാ പറഞ്ഞത്, പഞ്ചായത്തിൽ കൂടുതലും നെൽപ്പാടങ്ങളായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോയി അവിടെ അങ്ങേ അറ്റത്ത് എത്ര വരെ പാടം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് താഴേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞ് അടച്ച പോലെ പാടായിരുന്നു അല്ലേ. അങ്ങനെ അങ്ങോട്ട് നോക്കിയ ചേനമ്പാറ ആ ഭാഗത്തുകൂടെ ഒക്കെ പാടായിരുന്നു. കൃഷി ആ ഭാഗത്തേക്കൊക്കെ പാടശേഖരം കൂടുതലും അന്ന് നെല്ലായിരുന്നു. നമ്മള് വേറെ മറ്റ് നാണ്യവിളകളൊന്നും നമുക്ക് അന്ന് കൃഷി ചെയ്യുന്ന രീതിയിൽ ഇവിടത്തുള്ള ഈ ആൾക്കാർ നെൽകൃഷിയെ ചെയ്യലുള്ളൂ. അതേ അറിയുള്ളൂ, വേറെ പറമ്പില് എന്തെങ്കിലും ഉണ്ടാക്കുന്ന സ്വഭാവം ഇല്ല. സാമ്പത്തികം പിന്നെ അതിനെപ്പറ്റി അറിയണം, അത് രണ്ടും ഇല്ല. അപ്പൊ അന്ന് ചെയ്യുന്നതാണ്. പിന്നീട് നമുക്ക് അതിന് മാറ്റം വന്നത് നമ്മുടെ ഈ കുടിയേറ്റം വന്നതിന് ശേഷമാണ് നമ്മൾ പറമ്പിലേക്ക് തെങ്ങും കവുങ്ങും അതുപോലെ പച്ചക്കറി കപ്പ ഇപ്പ ഒക്കെ ഇടാൻ തുടങ്ങിയത് അതിനുശേഷം. അതോടുകൂടി മനുഷ്യന്റെ ദാരിദ്ര്യം മാറി, അവരുടെ വിദ്യാഭ്യാസ രീതി ഒക്കെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞു, സാമ്പത്തികമായിട്ട് ഉന്നതിയിലേക്ക് എത്താൻ കഴിഞ്ഞു. ഗൾഫ് പോക്ക് കാര്യങ്ങൾ അങ്ങനെ നമ്മളെ മെല്ലെ മെല്ലെ സ്റ്റെപ്പായിട്ട് നമ്മളൊക്കെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ ലെവലിലേക്ക് നമ്മൾ എത്തിത്തീർന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ പിന്നെ ഒരുപാട് ചരിത്രങ്ങൾ തന്നെ നമുക്ക് പറയാം അല്ലേ. പഴയ കാലത്തെ തലമുറ കഷ്ടപ്പെട്ട ആ ഒരു ചരിത്രം ഉണ്ടല്ലോ. സ്കൂളിലേക്ക് പോകാനും ഇല്ല, ഇനി വല്ല ബന്ധുമിത്രാളുടെ വീട്ടിൽ പോകണമെങ്കിൽ തന്നെ നടന്ന് ബുദ്ധിമുട്ടിയിട്ട് വേണം. കല്യാണം, അതിൽ അടിയന്തരം കുറുക്കല്യാണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്യും. വൈകുന്നേരം തച്ചമ്പാറയിൽ കൊണ്ട് പോരുമ്പോൾ ഒരു വീടുകളിൽ ഒരു വെട്ടോ വെളിച്ചോ ഒന്നുമില്ല, കറണ്ടും ഇല്ലല്ലോ. കറണ്ടില്ല, ഈ ഇട്ടത്ത് തപ്പിത്തറിഞ്ഞ് പോരല്ലോ. ഓ അത് ശരി. അപ്പോൾ അന്ന് അപ്പോൾ എന്താ ഈ ഓടക്കുറ്റി പന്തൊക്കെ പിന്നീടാണ് ടോർച്ച് പറഞ്ഞ സാധനം വരുന്നത് അല്ലേ. ആ ടോർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അന്ന് ഓർമ്മ വരുന്ന പെട്ടെന്ന് നമ്മുടെ എവറടി ടോർച്ച്, ജീപ്പ്, പിന്നെ ചെറിയ മുകളിലായിരുന്നു
ജീപ്പിൻ്റെ ഒക്കെ. അത് കഴിഞ്ഞ് എവറഡി ടോർച്ച് വന്നപ്പോൾ ഇത്തിരി വലിയ 3 കട്ടടായി, അതുപോലെ 2 കട്ടറായിരുന്നു. അപ്പോൾ പിന്നെ 3 കട്ടറ വലിയ മുകളിലുള്ള അതൊക്കെ ഉണ്ടെങ്കിൽ അവൻ വലിയ പൈസക്കാരനായി അല്ലേ ഇന്നത്തെ കാലത്ത്. അതേപോലെ റേഡിയോ ഉണ്ടെങ്കിൽ അതിന് ലൈസൻസ് വേണം. റേഡിയോ ഉള്ള ഒരു വീട്, ഒറ്റ വീട് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഏത് ആ തോരേക്കാട്ടുകാരെന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നു അല്ലേ, ഹരിദാസൻ മാഷിന്റെ കാർന്നൂര് ആ മുത്തച്ഛൻ ആയിരിക്കുന്ന സമയത്താണ് അവിടെ. അതുപോലെ ചേനമ്പാറയിൽ കണ്ടിട്ടുണ്ട് റേഡിയോ, ഉണ്ണിമേനൊക്കെ ഉള്ള അവിടെ. അപ്പോൾ ഞങ്ങളതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പോകും. കാരണം അന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, അതേപോലെ ചലച്ചിത്ര ഇതിനുണ്ടല്ലോ സിനിമയുടെ ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകും. പിന്നെ ഈ നമ്മുടെ സ്കൂളിലുണ്ടായിരുന്ന രാധാകൃഷ്ണൻ മാഷില്ലേ, പുള്ളി ഇപ്പോഴും ഉണ്ട്, കിടപ്പാട്, തീരെ വയ്യ, കിടപ്പാട്. പുള്ളിക്കാരൻ്റെ താമസിച്ചിരുന്നത് പി സെവൻത്തിലേക്കാരുടെ സ്ഥലമില്ലേ, അതിനകത്ത് ഇപ്പോഴത്തെ വാർപ്പ് കാര്യങ്ങളല്ല, അതിനകത്ത് ഒരു പഴയ വീടുണ്ട്. അതിനകത്താണ് രാധാകൃഷ്ണൻ മാഷും പുള്ളിക്കാരൻ്റെ അരിയൻ, ഒരു പെങ്ങള്, അമ്മ താമസിച്ചത്. ആ വീട് ഇവര് വാങ്ങിയതാണ്. അത് ആരുടെയാണ് മേടിച്ചതെന്ന് എനിക്കറിയാം, ശരിക്കും ഓർമ്മയില്ല. അവരുടെ ഈ രാധാകൃഷ്ണൻ മാഷിൻ്റെ അച്ഛന് ഒരു റബ്ബർ തോട്ടത്തിൻ്റെ മാനേജറായിരുന്നത് കരിമാരുണ്ട്. അപ്പൊ അങ്ങനെ ഞായറാഴ്ച വരും, തിങ്കളാഴ്ച കാലത്തെ പോവും, അങ്ങനെയൊക്കെ ആയിരുന്നു. ആ പുള്ളിക്കാരൻ്റെ അവിടെ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഉറക്ക ശബ്ദത്തിൽ വെച്ചേക്കണ കേൾക്കാം, ഇവിടെ ഇരുന്നാലും കേൾക്കായിരുന്നു. കാരണം എന്താ വെച്ചാൽ വിജനായി കിടക്കുകയാണല്ലോ സ്ഥലം. അപ്പൊ നമുക്കിങ്ങനെ കേൾക്കാം, നല്ല ഇന്നിപ്പോ മൈക്ക് വയ്ക്കും പോലെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വേറൊരു വീടുകളും ഇല്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് മെല്ലെ സൈക്കിളിലെ രംഗപ്രവേശനം, അത് കഴിഞ്ഞ് ബുള്ളറ്റ് ഫിറ്റുള്ള കാര്യങ്ങൾ. അങ്ങനെ ഇന്നിപ്പോ ഒരു വീട്ടിലും വാഹനം ഇല്ലാത്ത വീടില്ല, കാറില്ലാത്ത വീടാണ്. ഞങ്ങളുടെ ഇവിടുത്തെ തച്ചമ്പന പള്ളി വന്നില്ലേ, ഈ പള്ളി വന്ന സമയത്ത് അവിടെ ആകെ കുറച്ച് ബൈക്കും വരും, 1-2 കാറും വരും അന്നത്തെ കാലത്ത്. ഈ പള്ളി വന്ന സമയത്ത് ഇപ്പൊ പള്ളിയിൽ നേരത്തെ ഇതിൽ ഈ കാറിടാൻ ഇടം കിട്ടൂല, അതുപോലെ വണ്ടി എല്ലാവർക്കും വാഹനമായില്ലേ. അടിപൊളി വാഹനങ്ങൾ. ഇപ്പൊ ഈ ചുറ്റുപാടില് വാഹനം ഇല്ലാത്തവര് ആരുമില്ല.